നമസ്കാരം. ആധുനിക കേരളം ആരുടെ ഭാവനയാണ്? പ്രദീപൻ പാമ്പിരിക്കുന്നു. കേരളത്തിലെ ആധുനിക വ്യവഹാര മണ്ഡലങ്ങൾ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് നമുക്ക് സാധാരണ ലഭിക്കുന്ന ഉത്തരം 1888 നടന്ന അരുവിപ്പുറം പ്രതിഷ്ഠയിൽ തുടങ്ങുന്ന നവോത്ഥാന പ്രക്രിയകളാണ്. എന്നാൽ വസ്തുനിഷ്ഠമായി അന്വേഷിക്കുമ്പോൾ നാരായണ ഗുരു ഒരു തുടക്കമല്ല എന്നും ഒരു തുടർച്ച മാത്രമാണ് എന്നും നമുക്ക് മനസ്സിലാവും. കേരള ചരിത്രകാരന്മാരും പഠിതാക്കളും നാരായണ ഗുരുവിൽ സ്തംഭിച്ചു നിന്നതിന് പല കാരണങ്ങളുമുണ്ട്. പൊതുവിൽ അടിമ, ദളിത്, ആദിവാസി വിഭാഗങ്ങളെ ആധുനിക സമൂഹം നിശ്ചലമായാണ് പരിഗണിച്ചത്. എല്ലാത്തരം സാമൂഹ്യ പരിണാമങ്ങളും സ്വീകരിക്കുക മാത്രം ചെയ്യുന്ന, സ്വയം സാമൂഹ്യ നിർവാഹകത്വത്തിലേക്ക് സഞ്ചരിച്ചിട്ടില്ലാത്ത ജനതയായി അവർ നിർവചിക്കപ്പെട്ടു. സമൂഹത്തിൻ്റെ റിസീവിംഗ് എൻഡിലായിരുന്നു ദളിത്, അടിമ, ആദിവാസി സമൂഹങ്ങൾ അടയാളപ്പെടുത്തപ്പെട്ടത്. അവരിൽ നിന്ന് എന്തെങ്കിലും ആരംഭിക്കുമെന്ന് പൊതുസമൂഹം കരുതിയില്ല. 1936 ക്ഷേത്രപ്രവേശന വിളംബരം കീഴാള അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കി എന്നാണ് നാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുക. എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് പിന്നിൽ നടന്ന അധസ്ഥിത സമരങ്ങളുടെ ദീർഘമായ ചരിത്രം ചിത്തിരത്തിരുന്നാൾ ബാലരാമവർമ്മയെക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നതിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായതെന്ന വസ്തുത നാം മറക്കുന്നു. വൈക്കം സത്യാഗ്രഹമോ ഗുരുവായൂർ സത്യാഗ്രഹമോ നമുക്ക് വിശദീകരിച്ച് കാണാം. എന്നാൽ അധസ്ഥിത സമൂഹം നടത്തിയ ജാതി പ്രതിരോധങ്ങളെ ആരും വെളിപ്പെടുത്താൻ ശ്രദ്ധിച്ചില്ല. അവരുടെ ചെറുത്തുനിൽപ്പുകളെ ചരിത്രം പുറത്തു കൊണ്ടുവന്നതുമില്ല. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് കൃത്യം 10 വർഷം മുമ്പ് 1878 ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറിയായ സാമുവൽ മെറ്റിയർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഇങ്ങനെ: 1878 ചന്തയിൽ നിന്നുള്ള പാതയുടെ വക്കിൽ ക്ഷീണിതയും കാൽവേദന ഉള്ളവളുമായ ഒരു പറയ സ്ത്രീ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. മദ്യപാനിയും ആഭാസനുമായ ഒരു ശ്രൂതൻ അതുവഴി വന്നു. തന്നെ അശുദ്ധനാക്കാതിരിക്കാൻ അവൾ ദൂരേക്ക് മാറിപ്പോയില്ല എന്ന കാരണത്താൽ അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് അവളെ പ്രഹരിച്ചു. അവളോടൊപ്പമുണ്ടായിരുന്ന മകൻ അവളെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് ശ്രൂതന് തിരിച്ചും 2 അടി പറ്റിച്ചു കൊടുത്തു. ഈ കേസിൽ വാദം കേട്ട ജഡ്ജി തൻ്റെ വിധിന്യായത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു: ഒരു താഴ്ന്ന ജാതിക്കാരൻ, പ്രത്യേകിച്ചും പറയൻ, ഒരു മേൽജാതിക്കാരനെ തല്ലുക എന്നത് ധർമ്മശാസ്ത്രമനുസരിച്ച് സ്വാഭാവികമായും ഗുരുതരമായ ഒരു കുറ്റമാണ്. എന്നാൽ കുറ്റമാരോപിക്കപ്പെട്ട വ്യക്തി മിഷന് കീഴിലുള്ള ഒരു മതവിദ്യാർത്ഥിയും വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ലഭ്യതയുടെ ഫലമായി സ്വന്തം മൂല്യം അറിയുന്നവനും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവനുമാണ്. ഇവയോടൊപ്പം സമൂഹവും രാഷ്ട്രീയ ഭരണകൂടവും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒരുവൻ്റെ അവകാശങ്ങൾ നാം മനസ്സിലാക്കുകയും അതിനനുസൃതമായി തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മെറ്റിയർ. ഞാൻ കണ്ട കേരളം. കേരളത്തിൽ അന്ന് ലഭ്യമായ മതപരിവർത്തനം പോലുള്ള അവസരങ്ങളിലൂടെ വിദ്യാഭ്യാസം നേടി സ്വയം ആധുനിക സാമൂഹ്യ അവബോധത്തിലേക്ക് പ്രവേശിച്ച ദളിതനെയാണ് ഈ വിവരണത്തിൽ നാം കാണുന്നത്. സാമൂഹ്യ അടിമത്തത്തെ പ്രതിരോധിക്കാൻ കഴിയും വിധം അവർ സ്വന്തം മൂല്യം അറിയുന്നവനും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നവനുമായി തീർന്നിട്ടുണ്ടായിരുന്നു. സാമൂഹ്യ സമത്വത്തെക്കുറിച്ചുള്ള ആദ്യ വ്യവഹാരങ്ങൾ കേരളത്തിൽ നിർമ്മിക്കപ്പെടുന്നത് ഇത്തരം അധസ്ഥിതർ നടത്തിയ പ്രതിരോധങ്ങളിൽ നിന്നാണ്. സവർണ സമുദായങ്ങൾ ജാതി വ്യവസ്ഥയുടെ ശ്രേണീകൃത അധികാരത്തിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിരുന്നു. ഈ സ്വയം സജ്ജമായ ചെറുത്തുനിൽപ്പുകളിൽ നിന്നാണ് മേൽജാതി ഉത്പതിഷ്ണുക്കളിലേക്ക് സാമൂഹ്യ സമത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ കടക്കുന്നത്. ധർമ്മശാസ്ത്രമല്ല, സാമൂഹ്യ നീതിബോധമാണ് പ്രധാനം എന്ന ആധുനിക വ്യവഹാരം ഈ ദളിത് പ്രതിരോധങ്ങളുടെ സൃഷ്ടിയാണ്. പല തലങ്ങളിലുള്ള ആത്മാവബോധങ്ങളിലേക്ക് അടിമ ദളിത് വിഭാഗത്തെ ഉയർത്തിയത് മിഷനറിമാർ നടത്തിയ മതപരിവർത്തനമാണ്. മതപരിവർത്തനാധുനികതയെ അധിനിവേശ ആധുനികതയിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തി കാണേണ്ടതുണ്ട്. കേരളത്തിൽ നടന്ന അടിമ ദളിത് ജാതികളുടെ പരിവർത്തനത്തെ മതപരിവർത്തനമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഹിന്ദു വർണ്ണശാസ്ത്രത്തിന് പുറത്ത് ജീവിച്ചവരായിരുന്നു ദളിതർ. അവരുടെ ജീവിതം ഗോത്രാചാരപരമായിരുന്നു. മതപ്രവേശനം എന്നേ പറയാൻ കഴിയൂ. അതിനാൽ ഭൗതികമായ ആവശ്യകതയിലാണ് ദളിതർ ഊന്നിയത്. സാമൂഹ്യ സമത്വത്തിലേക്കുള്ള വഴിയായാണ് ദളിതർ മതപ്രവേശനത്തെ ഉപയോഗിച്ചത്. യാതൊരു നിർബന്ധവുമില്ലാതെ തന്നെ നിരവധി പേർ പല മതങ്ങളിലേക്ക് പ്രവേശിച്ചു. 1871 മുതൽ 1888 കാലഘട്ടത്ത് വരെ
50,000-ൽ പരം പേർ മലബാറിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് വില്യം ലോഗൻ പറയുന്നു. ഒരു ജാതിയിൽ നിന്നല്ല, എല്ലാ കീഴാള ജാതികളിൽ നിന്നും ക്രിസ്ത്യൻ, ഇസ്ലാം എന്നീ മതങ്ങളിലേക്ക് പ്രവേശിച്ചു. മതം ഒരു ആജീവനാനന്ത അടിമത്തമല്ലെന്നും അത് വ്യക്തിപരമായ ഒരു ഇച്ഛയാണെന്നുമുള്ള ആശയം കേരളീയ വ്യവഹാര മണ്ഡലത്തിൽ ആദ്യം സ്ഥാപിച്ചത് ദലിത് അടിമജാതികളാണ്. ജാതിധർമ്മങ്ങളെ അവർ അങ്ങനെ സ്വയം ഉപേക്ഷിച്ചു. താരതമ്യേന ആധുനികമായ പാശ്ചാത്യ മതസ്വത്വം സ്വീകരിച്ചു. സമത്വത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഭാവനകളായിരുന്നു ഇതിന് പിന്നിൽ. പല മതങ്ങളിലേക്ക് സഞ്ചരിക്കാനാവും വിധം അടിമജാതി സമുദായങ്ങൾ ചലനാത്മകത കൈവരിച്ചിരുന്നു. പൊതുസമുദായങ്ങൾ ആധുനികരിക്കപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ കീഴാള സമുദായങ്ങൾ മിഷനറി ആധുനികതയിലൂടെ ആധുനിക വ്യവഹാര മണ്ഡലങ്ങളിലേക്ക് പ്രവേശിച്ചിരുന്നു. 1850-ൽ തന്നെ കേരളത്തിൽ വചനത്തിനു വേണ്ടിയുള്ള ശബ്ദം അടിമകൾ ഉയർത്തിയിരുന്നു. തുടർന്ന് അടിമ സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. 1599-ൽ അടിമകളെ ഉപദ്രവിക്കരുത് എന്ന് ഉദയം പേരൂർ സുന്നഹദോസിൻ്റെ കാനോനുകളിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്നതിനർത്ഥം ഉപദ്രവങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ അക്കാലം മുതൽ തന്നെ ശക്തമായി തുടങ്ങിയിരുന്നു എന്നാണ്. 9-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യർ രചിച്ചുവെന്ന് കരുതപ്പെടുന്ന മനീഷാ പഞ്ചകത്തിൽ അയിത്തം പേടിച്ച് വഴിമാറാൻ പറയുന്ന ശങ്കരാചാര്യരോട് ആത്മാവിനാണോ ശരീരത്തിനാണോ അയിത്തം എന്ന് തിരിച്ചു ചോദിക്കുന്ന ചണ്ടാളൻ കേവലം ഭാവനയായിരിക്കാൻ സാധ്യതയില്ലെന്നും അത് അക്കാലം തന്നെ അഗസ്ത്യ വാമൊഴി വ്യവഹാരങ്ങളിൽ ശക്തമായിരുന്നുവെന്നും വേണം കരുതാൻ. ജാതിക്കെതിരെ കലഹിക്കുന്ന എത്രയോ നാടോടിപ്പാട്ടുകളും തെയ്യങ്ങളും ഇത് സൂചിപ്പിക്കുന്നു. ബൗദ്ധ വ്യവഹാരങ്ങളുടെ സ്വാധീനം കേരളത്തിൽ ശക്തമായിരുന്നുവെന്നും ഓർക്കണം. ഈ ദലിത് ജാതി വ്യവഹാരങ്ങളിൽ നിന്നാണ് കേരളീയ ആധുനികത നിർമ്മിക്കപ്പെടുന്നത്. മതപരിവർത്തനം ഒരു സാമൂഹ്യ പരിവർത്തനമായാണ് കേരളത്തിൽ ഫലിച്ചത്. അതിനാൽ മിഷനറി മോഡേണിറ്റിയും അടിമ ജാതി വ്യവഹാരങ്ങളും ചേർന്ന് നിർമ്മിച്ച സംവാദ മണ്ഡലങ്ങളിൽ നിന്നാണ് ആധുനിക കേരളം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് കാണാം. 1828 മുതൽ 1856 വരെ നടന്ന വസ്ത്രത്തിന് മേലുള്ള സ്വയം നിർണായകാവകാശത്തിന് വേണ്ടിയുള്ള ചാന്നാർ കലാപം ഇതിൻ്റെ തുടർച്ചയാണ്. പിൽക്കാലം സഹോദര അയ്യപ്പനും സി കൃഷ്ണനും ബുദ്ധമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു. എത്രയോ ഈഴവർ ക്രിസ്ത്യാനികളാവുകയും അവിടെ അടിമജാതികൾ മതം മാറി വരുന്നത് കണ്ട് തിരിച്ച് ഈഴവരായി മാറുകയും ചെയ്യുന്നുണ്ട്. മതത്തെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിനുള്ള സമരോപാധിയായി മാറ്റിയെടുത്തത് അടിമജാതികളാണ്. ഇതിൻ്റെ വാമൊഴി പിന്നീട് പൊയ്കയിൽ അപ്പച്ചനിൽ കാണാം. ഹിന്ദുമതത്തിൻ പുറവഴിയെ നമ്മൾ ബന്ധമില്ലാതെ വലഞ്ഞലഞ്ഞു. ക്രിസ്തുമതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു. ഹിന്ദുമതക്കാരും ചേർത്തില്ലല്ലോ നമ്മെ, ക്രിസ്തുമതക്കാരും ചേർത്തില്ലല്ലോ. എല്ലാ മതങ്ങളിലുമുള്ള അനീതികളെ ചെറുക്കുന്നതിലേക്ക് കീഴാള വ്യവഹാരങ്ങൾ മാറുന്നത് മതപരിവർത്തനാനുഭവങ്ങളുടെ കൂടി ഫലമാണ്. മതപരിഷ്കരണം എന്ന നവോത്ഥാന ആശയം പോലും ഈ മതപരിവർത്തനാനന്തര ദളിത വ്യവഹാരങ്ങളുടെ സൃഷ്ടിയാണ്. മതം ദൈവത്തിലേക്കല്ല, ദൈവത്തിനു മുന്നിലുള്ള സാമൂഹ്യ സമത്വത്തിലേക്കുള്ള വഴിയായാണ് ദലിതർ കണ്ടത്. മതപരിവർത്തനം ഒരു മതവിരുദ്ധ പ്രവൃത്തിയാണ് എന്ന് ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം വരെ കരുതപ്പെട്ടിരുന്നില്ല. ഷെയ്ഖ് സൈനുദ്ദീൻ പറയുന്നത്, ഏതെങ്കിലും ഹിന്ദു ഇസ്ലാം മതം സ്വീകരിച്ചാൽ അയാളെ ഒരു ഹിന്ദുവും ഉപദ്രവിക്കുകയില്ല എന്നാണ്. 1850-ൽ മതം മാറുന്നവർക്ക് സ്വത്താവകാശം നൽകുന്ന നിയമവും ഉണ്ടായി. മതപരിവർത്തന വ്യവഹാരങ്ങളിലൂടെ അടിമജാതികൾ കേരളത്തെ ആധുനികമാക്കുകയായിരുന്നുവെന്നു കാണാം. സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആധുനിക സങ്കല്പത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിച്ചതും ദലിത് ജാതി കീഴാള വ്യവഹാരങ്ങളാണ്. വിദ്യ അഭ്യസിക്കാനുള്ള അധികാരം സവർണരിൽ തന്നെ ത്രൈവർണികർ അഥവാ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്കാണെന്ന വർണ്ണവ്യവസ്ഥധാരണയാണ് സവർണ സമുദായങ്ങൾ പുലർത്തിയത്. ശ്രുതമക്ഷര സംയുക്തം ദൂരത പരിവർജതേ എന്ന സ്മൃതി കൽപ്പനകളായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. മതപരിവർത്തനത്തിലൂടെ തന്നെ സാക്ഷരതയിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും പ്രവേശിച്ച അടിമജാതികളും കീഴാളരും വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അവർ ആന്തരികതമായി നിശ്ചലരായിരുന്ന ഒരു ജനതയായിരുന്നില്ല.
ആദ്യകാല മിഷണറി നോവലുകളിൽ മിക്കവയും അടിമജാതികളുടെ വിദ്യാഭ്യാസത്തെ മുൻനിർത്തിയാണെന്നത് സൂചിപ്പിക്കുന്നത് ഇതാണ്. ആദ്യകാല ബാസൽ മിഷൻ ലഘുലേഖകൾ മിക്കവാറും കീഴാള വരേണ്യ സംവാദമായിരുന്നു. വാക്കിൻ്റെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മാത്രമേ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പദത്തിൽ കീഴാള അടിമജാതികളുടെ ഇടയിലെ സാക്ഷരതയുടെ വ്യാപനത്തെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എഴുതപ്പെട്ട വാക്കുമായി പുതിയ ബന്ധം സ്ഥാപിച്ച് കീഴാള വിഭാഗം അച്ചടിച്ച പുസ്തകങ്ങളുമായി വളരെ പരിമിതമായെങ്കിലും വായനയിലുപരിയായ ബന്ധം സ്ഥാപിച്ചു. മിഷനറിമാരിൽ നിന്നും ലഭിച്ച ലഘുലേഖകളും ബൈബിൾ ഭാഗങ്ങളും കൈവശം വയ്ക്കുന്നത് പോലും നിലവിലിരുന്ന ചിഹ്ന വ്യവഹാരങ്ങളുടെ തിരസ്കാരത്തിലാണ് ചെന്നെത്തുന്നത്. ഒരുമിച്ച് ചേർന്നുള്ള ബൈബിൾ വായനയും പ്രാർത്ഥനയും പുതിയ രീതിയിലുള്ള ആശയവിനിമയത്തിൻ്റെ സാധ്യതകളെ വെളിവാക്കുന്നു. പുതിയ ശരീരഭാഷ ആവശ്യമാകുന്ന കൂടിച്ചേരലുകളും കൂട്ടായ്മകളും ഇവിടെ ശ്രദ്ധേയമാണ്. ഉദാഹരണത്തിന്, തങ്ങളുടെ കൂട്ടത്തിന് ബൈബിൾ വായിച്ചു കൊടുക്കുന്ന അടിമ ക്രിസ്ത്യാനിയുടെ ചിത്രം മിഷനറി ആഖ്യാനങ്ങളിൽ തെളിയുന്നത്. വായനയിലൂടെ അയാൾ എത്തിച്ചേരുന്ന കർത്തൃത്വത്തിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ്. അച്ചടിച്ച വാക്കും വ്യക്തികളുമായുള്ള സ്വകാര്യ ബന്ധമാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ സാമൂഹ്യ പ്രയോഗത്തിൽ നിന്നും കീഴാളരായ ക്രിസ്ത്യാനികൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞ വിലയേറിയ ഒരു സംഭവം എന്ന് സനൽ മോഹൻ നിരീക്ഷിക്കുന്നു. കീഴാള അടിമജാതികൾ സൃഷ്ടിച്ച ജാതിവിരുദ്ധ വ്യവഹാര മണ്ഡലമാണ് സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. 1905 അയ്യങ്കാളി വിളാക്കത്ത് സ്കൂൾ സ്ഥാപിക്കുന്നു. അത് സവർണർ കത്തിക്കുന്നു. തുടർന്ന് വീണ്ടും സ്കൂൾ സ്ഥാപിക്കുന്നു. ഇങ്ങനെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആധുനിക വിദ്യാഭ്യാസ സങ്കല്പത്തെ കേരളത്തിൻ്റെ മണ്ണിൽ സ്ഥാപിച്ചത് ദളിത് വ്യവഹാരങ്ങളാണ്. എൻ്റെ സമുദായത്തിൽ നിന്ന് 10 എക്കാർ ഉണ്ടാവണമെന്ന അയ്യങ്കാളിയുടെ അഭിലാഷം സാമൂഹികമായ പങ്കാളിത്തത്തിലേക്കുള്ള പ്രവേശനം കൂടിയായിരുന്നു. ഹരിജനങ്ങളുടെ സ്കൂൾ പ്രവേശനം സഹിക്കാനാവാതെ നായർ മാടമ്പി 1925 ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി തിരുവിതാംകൂറിൽ നിയമസഭാ രേഖയുണ്ട്. സവർണ നേതാവായ ഊന്നുപാറ പണിക്കർ ബോധം കെട്ട് വീണ് സംസാരശേഷി നഷ്ടമായി. 1907 വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി കാർഷിക പണിമുടക്ക് നടത്തിയ അയ്യങ്കാളി സാമൂഹ്യ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ഉന്നത മൂല്യങ്ങളെയും 1917 സോവിയറ്റ് വിപ്ലവത്തിനു മുമ്പ് കേരളത്തിൽ ഉന്നയിച്ചു എന്നത് ചെറിയ കാര്യമല്ല. വിപ്ലവ പ്രവർത്തനങ്ങളുടെ മാതൃകകൾക്ക് ദളിത് കീഴാള വ്യവഹാരങ്ങളാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് എന്നാണ് ഇത് കാണിക്കുന്നത്. ജാതിവിരുദ്ധവും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ ആധുനിക ലോകബോധത്തിൻ്റെ തുടർച്ചയായാണ് അയ്യങ്കാളിൽ സമരസജ്ജമായത്. വഴി നടക്കാനും സ്വതന്ത്രമായ സഞ്ചാരത്തിനു വേണ്ടി നടന്ന സമരങ്ങളും പ്രതിരോധങ്ങളുമാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് എത്തിച്ചത്. പൊതുഗതാഗതം എന്ന ആധുനിക സങ്കല്പത്തിലേക്ക് നയിച്ചതും ഈ വില്ലുവണ്ടി യാത്രയാണ്. കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങളും വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള സമരങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരങ്ങളും ഒരേ ദളിത് ജനതയുടെ സാമൂഹ്യ പ്രതിരോധത്തിൻ്റെ വ്യത്യസ്ത വഴികളായിരുന്നു. അവ ആധുനിക കേരളത്തിൻ്റെ പാത കൂടിയായിരുന്നു. ജാതി എന്ന ശ്രേണീകൃത സമൂഹഘടനയെ പ്രശ്നഭരിതമാക്കി സമൂഹം എന്ന ആധുനിക സങ്കല്പം സാധ്യമാക്കിയത് ഈ ജാതിവിരുദ്ധ വ്യവഹാരങ്ങളാണ്. നാരായണ ഗുരുവിനെ എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട അധസ്ഥിത വ്യവഹാരങ്ങൾ ജാതിരഹിത പൊതുസമൂഹം എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു എന്നർത്ഥം. അതാണ് മിഷണറി നോവലുകൾ തെളിയിക്കുന്നത്. കീഴാള വ്യവഹാരങ്ങളിലൂടെ സമൂഹം ആർജിച്ചു വരുന്ന യുക്തിബോധത്തിൻ്റെ സ്വരൂപങ്ങളാണ് മിഷണറി നോവലുകൾ കാണിക്കുന്നത്. പൊതുമണ്ഡലത്തിൻ്റെ ആദ്യ മാതൃകകൾ തന്നെയാണ് ഇത്. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള പുല്ലേലി കുഞ്ചുവെന്ന 1882 നോവൽ ഇത് കാണിക്കുന്നു. നോവൽ തുടങ്ങുന്നത് തന്നെ മേൽജാതിക്കാർ ജാതി പ്രശ്നത്തിലായി തീരുന്നുണ്ടെന്ന ഉത്കണ്ഠ പങ്കുവയ്ക്കുന്ന സംഭാഷണത്തിലാണ്. സംഭാഷണം ഇങ്ങനെ: എടാ കുഞ്ചു, നിനക്കിപ്പോൾ നാമം ജപിക്ക, ഭസ്മം തൊടുക, ഈ വകയൊന്നും ഇല്ലെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു. ഇന്നലെ കേശവപിള്ളയും ഇവിടെ വന്നപ്പോൾ അങ്ങനെ പറയുകയുണ്ടായി. എന്താണ് നീ ഈ വിധത്തിൽ തുടങ്ങിയിരിക്കുന്നത് എന്ന് പണിക്കരു കലമ്പലോടെ ചോദിച്ചു. കുഞ്ചു: ജാതി എന്നും ജാതി മര്യാദകളെന്നും ഉള്ള സംഗതികളെക്കുറിച്ചും എനിക്ക് സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് കുറേ നാളായി. ഇന്ന് കാര്യം കൊണ്ട് പണിക്കരുമായിട്ട് പറയണമെന്ന് കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ജാതിഭേദം ഈശ്വരകൽപ്പിതമല്ല പണിക്കരെ. 1892 എഴുതപ്പെട്ട സരസ്വതി വിജയത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ജഡ്ജിയായിത്തീരുന്ന മരത്തൻ എന്ന പുലയ യുവാവുണ്ട്. ആധുനികവൽക്കരിക്കപ്പെടാനുള്ള ആന്തരിക സന്നദ്ധത ആദ്യം പ്രകടിപ്പിച്ചത് ദളിതരും ഈഴവരുമായിരുന്നു.
ബ്രാഹ്മണാദി ത്രൈവർണികർ അവയോട് പ്രതിരോധിച്ചു നിന്നു. 1889 പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ദുലേഖയിൽ 1888 അരുവിപ്പുറത്ത് നടന്ന നിശബ്ദ വിപ്ലവത്തിൻ്റെ ഒരു അനുരണനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, വ്യവസായം, ദേശീയത, നഗരങ്ങൾ കടന്നുപോകുന്ന സഞ്ചാരം എന്നിവ ഉണ്ടായത് എന്നത് കൗതുകകരം തന്നെയാണ്. വടക്കേ മലബാറിലെ അധസ്ഥിതരും ഈഴവരും വളരെ നേരത്തെ തന്നെ ആധുനികതയിലേക്കുള്ള വഴിയിലായിരുന്നു. വാമൊഴികളിൽ നിന്ന് വരമൊഴി ചരിത്രത്തിലേക്ക് പത്രങ്ങളുടെ പ്രസിദ്ധീകരണത്തിലൂടെ ഒരു ജനതയ്ക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. അധസ്ഥിത കീഴാള വ്യവഹാരങ്ങളാണ് മിഷനറിമാർക്കു ശേഷം ആ മേഖലയിലേക്ക് പ്രവേശിച്ചത്. 1847 രാജസമാചാരത്തിൽ തുടങ്ങിയ മലയാള ചരിത്രം അയ്യങ്കാളിയിൽ തുടരുന്നുണ്ട്. സാധുജന പരിപാലിനി എന്ന മാസിക സാധുജന പരിപാലന സംഘം 1913 പ്രസിദ്ധീകരിച്ചു. പുലയരുടെ അവശതകൾ ചർച്ച ചെയ്ത ആദ്യ പ്രസിദ്ധീകരണമായിരുന്നു ഇത്. 1917 സഹോദരൻ പത്രം. 1913 മാസിക പ്രസിദ്ധീകരിക്കാനാവും വിധം അധസ്ഥിതർ ആധുനികതയുടെ സമസ്ത മേഖലകളിലും സജീവമായിരുന്നു. എല്ലാവരും പരിഷ്കരിക്കപ്പെട്ടതിനു ശേഷം ദലിതരിലേക്ക് അത് വ്യാപിച്ചു എന്ന പൊതുബോധത്തിന് വിപരീതമായി ദലിത് ജാതികളിൽ നിന്ന് ആരംഭിച്ച ആധുനിക വ്യവഹാരങ്ങളാണ് കേരളീയതയുടെ മുഖ്യധാരയെ പരിഷ്കരിച്ചത് എന്ന് കാണാം. അധ്വാനത്തെ സംബന്ധിക്കുന്ന പുതിയ അവബോധം സൃഷ്ടിച്ചുകൊണ്ടാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുമ്പേ തന്നെ അടിമജാതികൾ കേരളീയ സാമൂഹ്യബോധത്തെ പുതുക്കിപ്പണിഞ്ഞത്. 1859 ഇംഗ്ലീഷിലും 1877 മലയാളത്തിലും പ്രസിദ്ധീകരിക്കപ്പെട്ട ഘാതകവധം എന്ന മിസസ് റിച്ചാർഡ് കോളിൻസിൻ്റെ നോവൽ ആവിഷ്കരിക്കുന്ന പ്രധാന പ്രശ്നം ഞായറാഴ്ച അധ്വാനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പരിവർത്തിത ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന സമരങ്ങളാണ്. ഘാതകവധത്തിലെ പരിവർത്തിതർ നിലവിളിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെ: അയ്യോ തമ്പുരാനെ, ഞങ്ങൾ 6 ദിവസം നല്ലപോലെ വേലയെടുത്തല്ലോ. എന്നാൽ ഈ ദിവസം തമ്പുരാൻ്റേതുമല്ല ഞങ്ങളുടേതുമല്ല. പ്രാർത്ഥനയ്ക്കായി ഉടയ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുന്ന ദിവസമാണ്. അയ്യോ തമ്പുരാനെ, ഞങ്ങളെ അടിക്കരുതേ. ഞങ്ങൾ മൃഗങ്ങളല്ല, ഞങ്ങൾ മനുഷ്യരാണേ. ഞങ്ങൾക്ക് ആത്മാവുണ്ടേ. 6 ദിവസം ഞങ്ങൾ കഴിയും പോലെ വേലയെടുക്കാം. എന്നാൽ ഞായറാഴ്ച ഞങ്ങളുടെ ആത്മാക്കളെക്കുറിച്ചും മേലിരിക്കുന്ന വലിയ തമ്പുരാനെക്കുറിച്ചും വിചാരിക്കേണ്ട ദിവസമാകുന്നു. ഒരുപക്ഷെ ഒരു കൊച്ചുകുട്ടി രക്തസാക്ഷിയാവുന്ന ആദ്യത്തെ സമരം കൂടിയാണ് ഇത്. ജന്മിയായ കോശി കുര്യൻ പണിമുടക്കുന്ന വൃദ്ധനെ അടിക്കാൻ ശ്രമിക്കവേ ആ അടി കൊണ്ടത് ഒരു പിഞ്ചുകുട്ടിക്കായിരുന്നു. ആ പുലിയ കുട്ടി മരിച്ചു. ഇങ്ങനെ നിരവധി പ്രതിരോധ സമരങ്ങളിലൂടെയാണ് ദലിത് ജാതികൾ തൊഴിലിനു മേലുള്ള അവകാശബോധത്തിലേക്ക് വരുന്നത്. 1907 ആവുമ്പോഴേക്കും അത് സംഘടനാപരമായി പണിമുടക്ക് സമരം വരെ വികസിക്കുന്നുണ്ട്. അത് നാരായണ ഗുരുവിൽ തുടങ്ങിയതല്ല, അതിൻ്റെ തുടർച്ചയുമല്ല. 1857 യഥാർത്ഥ വസ്തുതകളെ ആസ്പദമാക്കിയിട്ടാണ് ഈ നോവൽ രചിച്ചതെന്ന് റിച്ചാർഡ് കോളിൻസ് രേഖപ്പെടുത്തുന്നു. ഈ കഥയിലെ ചില സംഗതികൾ, അതായത് 1-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ശിശുവിൻ്റെ മരണം, പുലയൻ പൗലൂസിൻ്റെ ചരിത്രത്തിൽ ഏതാനും ഭാഗം സാക്ഷാൽ സംഭവ്യവും ശേഷമെല്ലാം ഭൂതോദയ സൃഷ്ടിയുമത്രേ. നമ്മുടെ കാർഷിക സമരത്തിൻ്റെ രക്തസാക്ഷി പട്ടികയിൽ ഈ കുട്ടിയും അത്യധികം പ്രാധാന്യം നേടുന്നുണ്ട്. അധസ്ഥിതരുടെ നിശ്ചലതയിലേക്ക് വന്നു വീണതല്ല കേരളീയ ആധുനികത. അവരതിൻ്റെ തീച്ചുകുളിയിലേക്ക് കടന്നുപോയവരാണ്. അധ്വാനത്തെ ഇങ്ങനെ തൊഴിലാളികളെ മുൻനിർത്തി ആധുനികമായി നിർവചിച്ചെടുത്തത് ദളിത് ജനതകളാണ്. അത് 1888 ശേഷമുള്ള അവബോധ വികാസവുമായി ചുരുക്കി എഴുതാൻ കഴിയില്ല. 1912 ഫെബ്രുവരി 27 അയ്യങ്കാളിയുടെ കന്നി പ്രജാമണ്ഡലം പ്രസംഗത്തിൽ കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ദീർഘസമര ചരിത്രത്തിൻ്റെ തുടർച്ചയിലാണ്. ഭൂമിയെ സംബന്ധിച്ച അക്കാലത്തെ അധസ്ഥിതരുടെ കാഴ്ചപ്പാട് ഒരുപക്ഷെ സിയാറ്റിൽ മൂപ്പൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന പരിസ്ഥിതി വാക്യത്തോളം സാന്ദ്രമാണ്. ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പൂർവന്മാർ വേലയെടുത്തിട്ടുള്ള പാടങ്ങൾ വിട്ടുപോവാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അതിലുള്ള എല്ലാ പൂക്കളും, ഈ പാതാലുകളിൽ സഞ്ചരിക്കുന്ന ഓരോ തരം പറവകളെയും ഞങ്ങൾ അറിയും. കൊച്ചുനാൾ മുതൽ വയസ്സുപായം വരെ രാത്രിയിൽ ചവിട്ടുന്ന ചക്രങ്ങളുടെ ഒച്ചയും ഞങ്ങൾക്കറിയാം. ആ സമയങ്ങളിൽ ഞങ്ങൾ കുറുക്കൻ്റെ കൂടെ കൂകിയിട്ടുമുണ്ട്. ഒരു മതത്തിലും വെറുതെ നിശ്ചലരായിരുന്നവരല്ല മതപരിവർത്തിതരായ ദലിത് ജാതികൾ. അവർ നിരന്തരം അനീതിക്കെതിരായുള്ള സമരമുഖത്തായിരുന്നു. അവർക്ക് മരിക്കാൻ ഭയമുണ്ടായിരുന്നില്ല.
അതിൻ്റെ തുടർച്ചയാണ് പുന്നപ്ര വയലാർ സമരത്തിൽ 5000-ത്തിലധികം പുലയർ മരിച്ചതെന്ന വസ്തുത നാം കാണേണ്ടതുണ്ട്. അവർ നൂറ്റാണ്ടുകളായി സമത്വത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടവരായിരുന്നു. ഇന്ത്യൻ ദളിത് കീഴാളർ കൊളോണിയൽ ആധുനികതയോട് ഇടയാതിരുന്നതിന് കാരണം സ്വയം പരിണമിച്ച് ആധുനികതയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു അവർ എന്നതിനാലാണ്. ഇന്ത്യൻ അടിമത്തത്തിലേക്ക് ഉദാരമായിരുന്നു കൊളോണിയൽ ജീവിതം. മനുഷ്യൻ എന്ന ആധുനികതയുടെ മഹാപ്രമാണത്തെ സംവാദസജ്ജമാക്കിയതും ദളിത് കീഴാള വ്യവഹാരങ്ങളാണ്. കാരണം സവർണ പ്രത്യക്ഷ ശാസ്ത്രം എപ്പോഴും വർണ്ണാശ്രമ ധർമ്മത്തെയും ജാതി നിയമങ്ങളെയുമാണ് അടിസ്ഥാനമാക്കിയത്. മനുഷ്യൻ എന്ന കേവല സ്വരൂപത്തിൻ്റെ നിർമ്മിതി ഐക്യജനതയുടെ ആവശ്യമായിരുന്നു. അതിനാൽ മനുഷ്യത്വത്തെ നിർമ്മിക്കുന്നതിനുള്ള അവസരങ്ങളെ അവർ മുറുകെ പിടിച്ചു. ഞങ്ങൾ മനുഷ്യരാണ് എന്നാണ് ഘാതകവധത്തിലെ പൗലോസും പുലയരും കരയുന്നത്. മനുഷ്യത്വത്തിലേക്ക് അവർ നടന്നെത്തുന്നത് അന്യമതങ്ങൾ നൽകിയ സ്വാതന്ത്ര്യത്തിലാണ്. എന്നാൽ എല്ലാ മതത്തിലും മനുഷ്യത്വത്തിനു വേണ്ടി അവർ മുട്ടിവിളിച്ചു. ഈഴവരിൽ അത് വന്നു തറച്ചപ്പോൾ നാരായണ ഗുരുവുണ്ടായി. മനുഷ്യനാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥ എന്ന് നാരായണ ഗുരുവിൽ അത് ആപ്തവാക്യമായി. മനുഷ്യത്വം എന്നത് സവർണർ നിർമ്മിച്ച ഒന്നല്ല കേരളത്തിൽ. അത് കീഴാള സാമൂഹ്യബോധത്തിൻ്റെ സൃഷ്ടിയാണ്. വീട്ടി ഭട്ടതിരിപ്പാട് നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ ശ്രമിച്ചതിൽ ഒരു ചരിത്രപരമായ സാങ്കത്യമുണ്ട്. മനുഷ്യരാശിയിൽ പരിഷ്കരിക്കപ്പെടേണ്ടവർ നമ്പൂതിരിമാരായിരുന്നു. ദളിതർ നേരത്തെ തന്നെ മനുഷ്യരായിരുന്നു. സത്യത്തിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നൂറ്റാണ്ടുകളായി പൊരുതുന്നവരായിരുന്നു ദളിത് ജാതികൾ, ഇച്ഛയിലും പ്രവൃത്തിയിലും. വർണ്ണധർമ്മങ്ങളിൽ വിശ്വസിച്ചിരുന്ന രാമരാജ്യം ആദർശമായെടുത്ത ഗാന്ധിജിയിൽ നിന്നും അംബേദ്കറെ വ്യത്യസ്തനാക്കുന്നത് ആധുനികതയുടെ തുടർച്ചയാണ്. ആധുനിക രാഷ്ട്രം, പൗരത്വം, സംവരണം എന്നിവയിലാണ് അംബേദ്കർ ഊന്നിയത്. അത് ധർമ്മശാസ്ത്രങ്ങളിലല്ല, മനുഷ്യനിർമ്മിതമായ ഭരണഘടനയിൽ വിശ്വസിച്ചു. ആധുനികതയുടെ മറ്റൊരു പ്രധാന അടിത്തറ മതേതരത്വത്തിൻ്റെതാണ്. കേരളത്തിൽ അത് ജീവിതം കൊണ്ട് അനുഭവിച്ചവർ ദളിത് ജാതികളായിരുന്നു. മതം മാറ്റങ്ങളുടെ സുദീർഘമായ ചരിത്രമുണ്ടവർക്ക്. മതത്തെ തന്നെ പരിഗണിക്കാതെ അവർ മതവൽക്കരണ ശ്രമങ്ങളിലൂടെ കടന്നു വന്നവരാണ്. എല്ലാ മതങ്ങളെയും അവർ അതിജീവനത്തിൻ്റെ ഉപാധിയായി കരുതി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെയും അപ്പച്ചൻ്റെയും ചരിത്രം മതവിമർശനങ്ങളുടെ ദളിത് ചരിത്രം കൂടിയാണ്. അപ്പച്ചൻ്റെ നേതൃത്വത്തിൽ ബൈബിൾ കത്തിക്കുന്നുണ്ട്. മതം എന്ന അധികാര രൂപത്തെ എതിർത്ത ആദ്യ കേരളീയ സമുദായം ദളിത് ജാതികളുടേതാണ്. മതേതരമായ ചരിത്രം ദളിതരുടേത്. മതവൽക്കരിക്കപ്പെട്ട ആത്മീയതയല്ല ദളിതരുടേത്. അത് ഗോത്രപരവും സാമുദായികവുമാണ്. തെയ്യം, തിറ പോലുള്ള കലകൾ ആര്യവൽക്കരണത്തിന് പൂർണ്ണമായും വഴങ്ങാതെ നിൽക്കുന്നു. ജനാധിപത്യത്തിലേക്ക് എളുപ്പം കടന്നു വന്ന ജനതയും ദളിതരാണ്. ജാതി ജന്മിത്തത്തിൻ്റെ ശ്രേണീകൃത ഘടനയെ വ്യാവസായിക മുതലാളിത്തം പരിഗണിച്ചില്ല. യന്ത്രവൽക്കരണവും വ്യവസായവും ജാതിയെ ആധാരമാക്കിയല്ല വളർന്നു വന്നത്. അതിനാൽ മുതലാളിത്തത്തിന് ജാതി തടസ്സമായില്ല. ആര് സ്വിച്ച് പ്രവർത്തിച്ചാലും യന്ത്രം കറങ്ങും എന്നതിനാൽ ഇന്ത്യൻ ബൂർഷ്വാസിക്ക് ജാതിയെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. എന്നാൽ ജന്മിത്തത്തിന് കാർഷിക വ്യവസ്ഥ നിലനിർത്താൻ ജാതി ശ്രേണീകരണം അത്യന്താപേക്ഷിതമായിരുന്നു. വ്യവസായവൽക്കരണത്തെ സവർണ വിഭാഗം എതിർത്തതിന് ഒരു കാരണം അത് ജാതിയെ നിരാകരിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. 1892 സരസ്വതി വിജയം എന്ന നോവലിൽ കുബേരൻ നമ്പൂതിരി ക്രിസ്ത്യൻ പ്രവൃത്തിശാലയിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുന്നു: എടോ കുട്ടാ, ഈ പോകുന്ന വർഗം ഏതാണ്? എല്ലാ ജാതിയിൽ നിന്നും മതപരിവർത്തനം നടത്തിയവരായിരുന്നു അവർ. അവർ ഒരേ തൊഴിൽ ശാലയിൽ ജോലി ചെയ്യുന്നു. അധികാരവിധേയ ബന്ധങ്ങൾ മാത്രം നൂറ്റാണ്ടുകൾ ശീലിച്ചിരുന്ന സവർണ ജനതയേക്കാൾ സഹവർത്തിത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും തത്വശാസ്ത്രപരമായ ജനാധിപത്യത്തെ സ്വാംശീകരിക്കാൻ ദളിത് ജനങ്ങൾക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തന്നെ ഉറപ്പുള്ള അടിത്തറയായി തീർന്നത് ദളിത് ജാതികളാണ്. അത് തത്വത്തിൽ തന്നെ സർവാധിപത്യങ്ങൾക്ക് എതിരായിരുന്നു. പങ്കാളിത്തം ദളിതരിൽ അന്തർലീനമായിരുന്നു. കാളയോടൊപ്പം നുകത്തിൽ പൂട്ടപ്പെട്ട അടിമജാതികളെക്കുറിച്ച് പൊയ്കയിൽ അപ്പച്ചൻ പറഞ്ഞത് നാം പശുവിനെയും പോത്തിനെയും കൊല്ലരുത് എന്നാണ്. അത് വിശുദ്ധ മൃഗമായതുകൊണ്ടല്ല, വയലിൽ നിലമുഴുതുമ്പോൾ നമ്മുടെ ദുഃഖം പങ്കുവെച്ചത് അവ മാത്രമാണ് എന്നതുകൊണ്ടാണ്.
അത്തരമൊരു സഹജീവിബോധമുള്ള ജനതയ്ക്ക് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത എളുപ്പം തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഗാന്ധിജിക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ജ്യോതിറാവ് ഫുലെയ്ക്കും അയ്യങ്കാളിക്കും അംബേദ്കറിനും തിരിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനം അതാണ്. ഗാന്ധിജി വർണ്ണാശ്രമധർമ്മത്തെ വിശുദ്ധമായി കരുതിയിരുന്നു. ബുദ്ധൻ തത്വശാസ്ത്രപരമായി തന്നെ ജാതിയെ നിരാകരിച്ചിരുന്നു. ജാതിവിരുദ്ധർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് ഇതിൻ്റെ ഫലമായിട്ടാണ്. മതപരിവർത്തനം ഒരു ജാതിവിരുദ്ധ പ്രവർത്തനം കൂടിയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. നാരായണ ഗുരു കേരളത്തിൽ ദളിത് ജാതി വ്യവഹാരങ്ങൾ നിർമ്മിക്കപ്പെട്ട ആധുനിക വ്യവഹാരങ്ങളുടെ സൃഷ്ടിയാണ്. അതിന് ഒരു ദ്രാവിഡ ധാരയും ഉണ്ടായിരുന്നു. നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട സ്വദേശിയും സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് റെസിഡൻസിയിൽ സൂപ്രണ്ടായി ജോലി ചെയ്തിരുന്ന മുത്തുകുമാരൻ സുബ്ബരായൻ എന്ന അയ്യാവു സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു. അയ്യാവു സ്വാമികൾ അധസ്ഥ്യ ജാതിയിൽപ്പെട്ട വ്യക്തിയും മഹാപണ്ഡിതനുമായിരുന്നു. അവർണരായ വൈകുണ്ഠസ്വാമികളായിരുന്നു ഗുരുവിൻ്റെ മറ്റൊരു വഴികാട്ടി. പുരുഷന്മാരോട് തലപ്പാവ് ധരിക്കാനും സ്ത്രീകളോട് മേൽമുണ്ട് ധരിക്കാനും വൈകുണ്ഠസ്വാമി പ്രേരിപ്പിച്ചു. അയ്യങ്കാളി തലപ്പാവ് ധരിച്ചിരുന്നുവെന്നോർക്കുക. 1836 അദ്ദേഹം സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമന്തിഭോജം സംഘടിപ്പിച്ചു. പൊതുഗണർ എന്ന ആശയം കൊണ്ടുവന്നു. വസ്ത്രത്തിന് മേലുള്ള അവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കണ്ണാടി പ്രതിഷ്ഠിച്ചു. ഈ സിദ്ധ പരമ്പരയുടെ തുടർച്ചയാണ് നാരായണ ഗുരുവിൽ ചലനാത്മകമായത്. 1700 തന്നെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളും ഇസ്ലാമിക ആശയങ്ങളും വസ്ത്രത്തെക്കുറിച്ചുള്ള പുതിയ വ്യവഹാരങ്ങളും കേരളത്തിൽ സജീവമാകുന്നുണ്ട്. റോഡ് നിർമ്മാണം പോലെ ആധുനിക പ്രവർത്തികളിൽ ദലിതർ ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ആധുനികതയും അധിനിവേശവും തമ്മിലുള്ള ബ്രാഹ്മണാദി സർവ്വ സമുദായങ്ങളും തമ്മിലുള്ള നിരന്തര സംവാദത്തിലൂടെയും സമരങ്ങളിലൂടെയും ദലിത് ജാതികൾ സൃഷ്ടിച്ച വ്യവഹാര മണ്ഡലമാണ് കേരളത്തെ ആധുനികവൽക്കരിച്ചത്. അത് അരുവിപ്പുറം പ്രതിഷ്ഠയിൽ നാരായണ ഗുരു ആരംഭിച്ചതാണെന്ന സങ്കല്പം പൂർണ്ണമായും അസ്ഥാനത്താണ്. നാരായണ ഗുരുവിന് അത്തരമൊരു വിശുദ്ധ പദവി നൽകുന്നതിലൂടെ ചരിത്ര പ്രക്രിയകളുടെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ അവഗണിക്കുകയാണ് നാം ചെയ്യുന്നത്. മാത്രവുമല്ല, നാരായണ ഗുരുവിനെ റാഞ്ചിയെടുക്കുന്നതിലൂടെ ഈ സാമൂഹ്യ പ്രതിരോധങ്ങളെ നിശബ്ദമാക്കാൻ ഹിന്ദുവാദികൾക്ക് കഴിയുകയും ചെയ്യും. നാരായണ ഗുരുവിൽ നിന്ന് അയ്യപ്പനിലൂടെ തുടരുന്നതാണ് ദലിത് വ്യവഹാരങ്ങളുടെ ധാര. സ്വന്തം സാമുദായിക ജീവിതത്തിൽ നിന്ന് ദലിതർ സൃഷ്ടിച്ച സാമൂഹ്യ വ്യവഹാരങ്ങളാണ് കേരളത്തെ മലയാളികളുടെ മാതൃക ഭൂമിയാക്കിയത്. മിഷനറിമാർ ഈ കീഴാളതയെ ദൃശ്യമാക്കുകയാണ് ചെയ്തത് എന്ന് സനൽ മോഹൻ പറയുന്നു. അദ്ദേഹം തുടരുന്നു, അത് തീവ്രത കുറഞ്ഞ കാമനകളുടെയും ആശയങ്ങളുടെയും തലമല്ല, മറിച്ച് തീവ്രമായ അർത്ഥങ്ങളുടെയും മനോമണ്ഡലങ്ങളുടെയും സൃഷ്ടിയുടെ ഫലമാണ്. ചുരുക്കത്തിൽ, യഥാർത്ഥത്തിൽ പാർശ്വങ്ങളിൽ നിന്നുള്ള വ്യവഹാരങ്ങളാണ് കേരളത്തെ ആധുനികമാക്കിയത്. ആധുനിക കേരളം ശിവലിംഗം മുങ്ങിയെടുത്ത നെയ്യാറിൽ നിന്നല്ല, ദളിതരുടെ ദുരിത ജീവിതത്തിൻ്റെ കൊയ്ത്തുപാടങ്ങളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. നന്ദി.